KSRTC പുതുതായി അവതരിപ്പിച്ച ബിസിനസ് ക്ലാസ് ബസ് ഓടിച്ച് മന്ത്രി കെ ബി ഗണേഷ് കുമാർ. കാർ യാത്രക്കാരെ KSRTCയിലേക്ക് മടക്കിയെത്തിക്കുക ലക്ഷ്യമെന്ന് മന്ത്രി. നിലവിൽ തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ സർവീസ് നടത്തുന്ന ബസ് റോഡ് പണി പൂർത്തിയായാൽ തൃശൂർ വരെ നീട്ടുമെന്നും മന്ത്രി പറഞ്ഞു. രാജ്യത്താദ്യമായി സർക്കാർ നിയന്ത്രണത്തിലുള്ള ഒരു ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ഒരു ബിസിനസ് ക്ലാസ് ബസ് അവതരിപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോൾ സംസ്ഥാനത്തിൻ്റെ ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ ബസ് ഓടിച്ചു നോക്കുകയാണ്. മിനിസ്റ്റർ, നമ്മൾ ഒരുപാട് പുതിയ ബസ്സുകളൊക്കെ അവതരിപ്പിച്ചു, ഇപ്പോൾ ബിസിനസ് ക്ലാസ്സിലേക്ക് വരെ എത്തിയിരിക്കുകയാണ്. അത് ഒത്തിരി സന്തോഷമുണ്ടായിരുന്നു. ഇതൊരു കൾച്ചറായിട്ട് മാറും ഇന്ത്യയിലെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഇവിടെ നിന്ന് നമ്മൾ തുടങ്ങുന്ന ഈ ഒരു പരിഷ്കാരം പല നല്ല സാംസ്കാരിക പ്രവർത്തനങ്ങളും തുടങ്ങിയിട്ടുള്ള കേരളത്തിൽ നിന്നാണ്. അതുകൊണ്ട് ഈ ഒരു ബസ് സർവീസ് ഇന്ത്യയിലെ ഒരു ആകർഷണമായി മാറി മറ്റ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനുകൾ തുടങ്ങും. നമ്മളിനി ഒരുപാട് വണ്ടികൾ ഇതുപോലെ വാങ്ങണം. കാരണം ഇതൊരു വലിയ സൗകര്യമാണ്. യാത്രക്കാരെ കാറിൽ നിന്ന് തിരിച്ച് ബസ്സിലേക്ക് ആകർഷിക്കുക എന്നുള്ളതായിരുന്നു ഒരു ലക്ഷ്യം. ഞാൻ മന്ത്രിയായിട്ട് വന്നപ്പോഴേ പറഞ്ഞൊരു കാര്യം അതാണ്. എങ്ങനെയും ആകർഷിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. KSRTCയുടെ കളക്ഷൻ 6.5 കോടി രൂപ 2 വർഷം കൊണ്ട് 6.5 കോടിയിൽ നിന്ന് ശരാശരി കളക്ഷൻ 8 കോടിയിലേക്ക് ശരാശരി ദൈനംദിന കളക്ഷൻ കൊണ്ടുവരാൻ പറ്റിയിരുന്നു. അതാണ് KSRTC നേടേണ്ടത്. അപ്പോൾ പോയ യാത്രക്കാരെ മുഴുവൻ തിരിച്ചു പിടിക്കാൻ പറ്റി. ഇനിയും പിടിക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് വേറൊരു ക്ലാസ് ആൾക്കാരെ ഇനി കാർ ഉപയോഗിച്ച് AC ഉള്ള കാറൊക്കെ ഉപയോഗിച്ച് എറണാകുളത്തേക്ക് ഡോക്ടർമാർ, വക്കീലന്മാർ ഇവരെല്ലാം കോടതി ആവശ്യങ്ങൾക്കൊക്കെ ഒരുപാട് പോകുന്നുണ്ട്. രാവിലെ ട്രിവാൻഡ്രത്ത് നിന്ന് തന്നെ ഒരുപാട് അഡ്വക്കേറ്റ്സ് ഹൈക്കോർട്ടിലേക്ക് പോകുന്നുണ്ട് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർക്കെല്ലാം ഇത് ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ അവർ വാഹനം എടുക്കാതെ കഴിയാം, കാർ എടുക്കാതെ അവരെ മുഴുവൻ ഇതിലേക്ക് ആകർഷിക്കാൻ. റോഡ് ശരിയായി കഴിഞ്ഞാൽ എറണാകുളത്തേക്ക് വണ്ടി ഒരു 3.5-4 മണിക്കൂർ കൊണ്ട് വണ്ടി എത്തും. 5:30 തിരിച്ചാൽ 4 മണിക്കൂർ കൊണ്ട് അവിടെ എത്തും. 9-10 മണിക്കുമ്പോൾ വണ്ടി അവിടത്തെ കീഴിലാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഈ റോഡിൻ്റെ പണി പൂർത്തിയായാൽ തൃശ്ശൂർ വരെ പോകാൻ പറ്റും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതൊരു വിമാനത്തിലെ ബിസിനസ് ക്ലാസ്സിന് സമാനമായ രീതിയിലാണ് സീറ്റിംഗ് അടക്കം ചെയ്തിരിക്കുന്നത്. അതുപോലെ ടോയ്ലറ്റ് സൗകര്യം, ഹോസ്റ്റൽ സൗകര്യമൊക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പോൾ ഈ ബിസിനസ്സിൻ്റെ ഈ ബിസിനസ് ക്ലാസ് ബസ്സിൻ്റെ കൂടുതൽ എണ്ണം നമുക്ക് ഇനിയും പ്രതീക്ഷിക്കാൻ സാധ്യത ഉണ്ടോ? തീർച്ചയായിട്ടും ഇത് കൂട്ടണം. കാരണം ഇത് വിജയിക്കും എന്നുള്ളത് ഒരു സംശയം വേണ്ട. കാരണം വന്ദേ ഭാരത് വന്നപ്പോൾ എല്ലാവരും അത്ഭുതപ്പെട്ടു. അതൊരു ആകർഷണമായി മാറി, വിജയിച്ചു എന്ന് പറഞ്ഞതുപോലെ ഇത് അതുപോലൊരു വിജയമായിരിക്കും. 100% വിജയമായിരിക്കും വണ്ടി. ഇതിനകത്തെ സൗകര്യങ്ങൾക്ക് ഏത് വിധത്തിലാണ് മിനിസ്റ്റർ ഏർപ്പാടാക്കിയിരിക്കുന്നത്? സൗകര്യങ്ങൾ ഇതിനകത്ത് പാൻട്രി ഉണ്ട്, ഫുഡ് കിട്ടും, എയർ ഹോസ്റ്റസ് മോഡൽ ബസ് ഹോസ്റ്റസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ കോളിംഗ് ബെല്ല് വെച്ചിട്ടുണ്ട്, എല്ലാ സീറ്റിലും ബെൽറ്റ് വെച്ചിട്ടുണ്ട്, സുഖമായിട്ടിരുന്ന് ഉറങ്ങാം, ഒരു അനക്കം ഉണ്ടാവില്ല. പിന്നെ ഓൾവേഡ് വണ്ടിയാണ് വാങ്ങിയിരിക്കുന്നത്, ഏറ്റവും ലേറ്റസ്റ്റ് വണ്ടിയാണ് വാങ്ങിച്ചിരിക്കുന്നത്. നമ്മൾ പുതുതായി മാനുഫാക്ചർ ചെയ്യുന്ന പുതിയ വണ്ടിയാണ് വാങ്ങിച്ചിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് ടോയ്ലറ്റ് ഉണ്ട്, ബയോ ടോയ്ലറ്റ് വെച്ചിട്ടുണ്ട്. അതുകൂടാതെ എല്ലാ സീറ്റിലും TV, അത് അവനവൻ്റെ ഫോണിൽ നിന്നും ഹോട്ട്സ്പോട്ട് ചെയ്തിട്ട് വൈഫൈ ഉപയോഗിക്കാം. ഇതിനകത്ത് നമ്മൾ ബസ്സിലൊരു വൈഫൈ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അപ്പോൾ അതും ഉപയോഗിക്കാം. പക്ഷേ അതിനേക്കാൾ കുറച്ചുകൂടി നമ്മൾ ഹോട്ട്സ്പോട്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടി എഫക്റ്റീവ് ആയിരിക്കും. കാരണം കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിരിക്കും നമ്മൾ. പിന്നെ ബ്ലൂടൂത്ത് ഹെഡ്ഫോണുണ്ട്. അവരവർക്ക് എടുക്കുന്ന പ്രോഗ്രാം എന്താണോ അതിൽ കാണുന്നത്, യൂട്യൂബാണോ എന്താണ് കാണുന്നത് വെച്ചാൽ ആ പ്രോഗ്രാം നമുക്ക് ഇങ്ങനെ ഇതിൽ കൂടെ കിട്ടത്തക്ക രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇതിൽ പിന്നെ നമ്മൾ ഈ സൗകര്യങ്ങൾ കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും ചാർജും കൂടും ബസ്സിൻ്റെ. അപ്പോൾ ഇതിനിപ്പോൾ അങ്ങനെ ഒരു ചാർജ് നിശ്ചയിച്ചിട്ടുണ്ടോ നിലവിലിപ്പോൾ എത്രയാണെന്നുള്ളത്? ഇല്ല, നമ്മളൊരു 700 രൂപ താഴെ ആയിരിക്കും ചാർജ് എന്തായാലും. കാരണം 700 റുപ്പീസ് വരുന്നത് വെച്ചാൽ ഫുഡും എല്ലാം വരുമല്ലോ. അപ്പോൾ 700 റുപ്പീസ് താഴെ ആയിരിക്കും. കാരണം നമുക്ക് 38 സീറ്റാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ വണ്ടി വന്ന് ട്രയൽ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് 2 സീറ്റ് കുറയ്ക്കേണ്ടി വരും, 36 സീറ്റായിട്ട് കുറയ്ക്കേണ്ടി വരും. കാരണം ഈ പാൻട്രി സൗകര്യങ്ങൾ കുറച്ചുകൂടി വിപുലമാക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ എല്ലാം ഇമ്പോർട്ടഡ് സാധനങ്ങളാണ് വെച്ചിരിക്കുന്നത്. അല്ലാതെ തന്നെ പാൻട്രി കുറച്ചുകൂടി ഒന്ന് സ്പേസ് വേണം എന്നുള്ളതുകൊണ്ട് ബാക്കിലത്തെ 2 സീറ്റ് എടുത്താലോ ഒഴിവാക്കാൻ ആലോചിക്കുകയാണ്. അപ്പോൾ ആലോചിച്ചിട്ട് ആ പാൻട്രി കുറച്ചുകൂടി ഒന്ന് വൃത്തിയാക്കണം. അപ്പോൾ അത് കുറച്ചുകൂടി വലുതായി കഴിയുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും 36 സീറ്റായിട്ട് കുറയും. അപ്പോഴാണ് നമുക്ക് ഈ 700 രൂപയ്ക്ക് അടുത്ത് പോകേണ്ടി വരുന്നത്. 38 സീറ്റും വയ്ക്കുകയാണെങ്കിൽ 600-നും 700-നും ഇടയ്ക്ക് നിർത്തും ചാർജ്. സേഫ്റ്റി ഫീച്ചേഴ്സും ഉണ്ട്. പിന്നെ ഫയറിൻ്റെ എല്ലാ സൗകര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഫയറിൻ്റെ സൗകര്യങ്ങൾ മാത്രമല്ല, ഫയറിന് വെള്ളമല്ല വരുന്നത്, കെമിക്കൽ വന്നിട്ട് തന്നെ ഫയർ അണയ്ക്കാനുള്ള സൗകര്യങ്ങൾ എല്ലാ സീറ്റിലും എല്ലാം ചെയ്തിട്ടുണ്ട്. ഫുൾ സേഫാണ് വണ്ടി. അതിൻ്റെ എമർജൻസി എക്സിറ്റുകളും മറ്റു കാര്യങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട്. എന്തൊക്കെയാണോ ഇന്ന് വേൾഡിൽ ലോകത്ത് വണ്ടി വാങ്ങുമ്പോൾ എന്തൊക്കെയാണ് സേഫ്റ്റി നോക്കേണ്ടത് അതെല്ലാം ഇതിൽ ചെയ്തിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.